പ്രധാനപ്പെട്ട 2 മോട്ടോർ വാഹന ഭേദഗതികൾ നിലവിൽ വന്നു. പുതിയ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ജൻവിശ്വാസ് ആക്ടിന്റെ ഭാഗമായാണ്. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധി, ലൈസൻസ് കാലാവധി, ആവശ്യമായ രേഖകൾ എന്നിവയിൽ വ്യവസ്ഥകളുണ്ട്. ഒപ്പം പ്രായവും പ്രധാനപ്പെട്ട ഒന്നാണ്. അടിപൊളി. പ്രായമാണോ പ്രശ്നം? എങ്കിലിതാ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ കർശനമായി വരുന്നു. സംസ്ഥാനത്ത് നമുക്കറിയാം, വർദ്ധിച്ചുവരുന്ന ഗതാഗത നിയമലംഘനങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും കർശനമായ ചില ഗതാഗത നിയമനങ്ങൾ കേരളത്തിൽ കർശനമാവുകയാണ്. അതിനാൽ പിഴകൾ ഒഴിവാക്കാനും ഈ സംസ്ഥാനത്തെ പൊതു റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റ് ആവശ്യരേഖകളും നിർബന്ധമായും നിങ്ങൾ പുതുക്കി തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. മാത്രമല്ല 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ വലിയ കുറ്റകരം തന്നെ. അപകടമുണ്ടായാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പോലും ലഭിക്കില്ല എന്നതാണ് ഇതിലെ കാര്യം. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലഹരണ തീയതി പരിശോധിക്കുകയും സമയബന്ധിതമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലിനായി അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ തീർന്ന് 30 ദിവസത്തിനകോ നിങ്ങൾക്ക് ഓൺലൈനായി അത് പുതുക്കാൻ സാധിക്കും. മാത്രമല്ല കാലാവധി തീർന്ന് 30 ദിവസത്തിനകം അപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരില്ല. മാത്രമല്ല ഇതിൽ 40 വയസ്സിന് മുകളിലുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ ലൈസൻസ് പുതുക്കലിന് വേണ്ടി അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനായുള്ള ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, പൂരിപ്പിച്ച ഫോം 9, ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളത്തിൽ ഒരു സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധുത അത് നൽകിയ തീയതി മുതൽ 20 വർഷമോ അല്ലെങ്കിൽ ഉടമയ്ക്ക് 40 വയസ്സ് തികയുന്നതുവരെയോ ആണ്. ഇതിലേതാണ് ആദ്യം വരുന്നത് അതുവരെ, ഇതിനുശേഷം 10 വർഷത്തേക്കും പിന്നീട് 5 വർഷത്തേക്കും ഇത് പുതുക്കാവുന്നതാണ്. മാത്രമല്ല കേരളത്തിൽ ഒരു വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസിന് ഇഷ്യൂ ചെയ്തതോ പുതുക്കിയതായ തീയതി മുതൽ 5 വർഷത്തെ സാധുതയുമുണ്ട്. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് സാധുത 3 വർഷമാണ് രേഖപ്പെടുത്തുക. കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും കാലാവധി കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലിന് അപേക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ അധിക നിരക്കുകളൊന്നും ബാധിക്കാതെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം. ഇനി നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് 30 ദിവസത്തെ ഗ്രേസ് പീരീഡിനുള്ളിൽ പുതുക്കിയില്ലെങ്കിൽ 500 രൂപ പുതുക്കൽ ചാർജും അതിനു പുറമെ 300 രൂപ പിഴയും അധികമായി കൊടുക്കണം. കൂടാതെ കൂടുതൽ കാലതാമസം വരുത്തിയാൽ പ്രതിവർഷം 1000 രൂപ പിഴയായി ഈടാക്കും. അങ്ങനെ ലക്ഷങ്ങൾ വരെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.